നിനക്ക് ലഭിച്ച കശ്ഫുണ്ടായിരുന്നാൽ തന്നെ ഖുർആനോടും സുന്നത്തിനോടും അതെതിരാണെങ്കിൽ ഖുർആനോടും സുന്നത്തുമാണ് നീ സ്വീകരിക്കേണ്ടത്. കശ്ഫിനെ വലിച്ചെറിയണം. എന്നിട്ട് ബഹുമാനപ്പെട്ട നീ ചിന്തിച്ചു നോക്ക്. പടച്ചതമ്പുരാൻ ഖുർആനും സുന്നത്തും അല്ലാഹു തആല ഹിഫ്ളാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഒരു പരിവർത്തനവുമില്ലാതെ ഒരു അബദ്ധവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കും. ഖുർആനും ഹദീസും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയും അത് അല്ലാഹു തആല ഇസ്മത്ത് നൽകിയതാണ്. അതേ സമയത്ത് വലം യദ്മൻഹാ ഫീ ജാനിബിൽ കശ്ഫി, ആളുകൾക്കുണ്ടാകുന്ന കശ്ഫിൽ ഈ ഒരു ഉത്തരവാദിത്വമില്ല. പിഴക്കാനേറെ സാധ്യതയുണ്ട്, നേരെ ചൊവ്വ വരാനും സാധ്യതയുണ്ട്. മനുഷ്യൻ അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ഇൽഹാമായി നൽകും, മോശമായ കാര്യങ്ങളും ഇൽഹാമായി നൽകും. രണ്ടും സംഭവിക്കാം. എങ്ങനെ ഈ ഇൽഹാമ് തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച കശ്ഫ് തെറ്റാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശാരി തങ്ങൾ പറഞ്ഞു, ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇതാണ് വസ്തുത. കഴിഞ്ഞു പോയ മഹാന്മാർ മുഴുവനും പറഞ്ഞതാണ് ഖുർആനും സുന്നത്തും. ഖുർആനോടും സുന്നത്തിനോടും യോജിക്കാത്ത കശ്ഫ് നമുക്ക് സ്വീകരിച്ചുകൂടാ. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, തസവ്വുഫ് എന്ന് പറഞ്ഞാൽ കണ്ട കീലയും ഖാലയുമായി നടക്കലല്ല. എവിടെങ്കിലും കണ്ട കഥകള്, എവിടെങ്കിലും കാണുന്ന ഖീലകള്, ഇതുമായി നടക്കലല്ല തസവ്വുഫ് എന്ന് പറഞ്ഞാൽ. തസവ്വുഫിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. അത് സഹാബിമാര് മനസ്സിലാക്കിയതുപോലെ ആകണം. ഇന്ന് പഠിച്ചത് മുഴുവനും, പഠിച്ച തരീഖത്തുകാർ മുഴുവനും ഖുർആനും ഹദീസിനുമെതിരായി അവർക്ക് ചില കശ്ഫ്, അവർക്ക് ചില സ്വപ്നം, അത് അനിസ്ലാമികമാണ്. എന്തിനേറെ കിതാബ് സൗമിന്റെ ആദ്യത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തുഹ്ഫയിൽ പറഞ്ഞു, ശഅബാൻ 29 അന്ന് രാത്രി മാസം കണ്ടതായി കാതുമാർ ഉറപ്പിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വപ്നം കാണുന്നു. അല്ലാഹുവിന്റെ റസൂലാണ് സ്വപ്നം കണ്ടാൽ ശൈത്താൻ ആ രൂപത്തിൽ വരികയില്ലെന്നാണല്ലോ ഹദീസ് പഠിപ്പിച്ചത്. ആ സ്വപ്നം യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹം സ്വപ്നം കണ്ടു ആരംഭ റസൂലുള്ളാഹി ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് മാസം കുറിച്ചിട്ടുണ്ട്, നാളെ നീ നോമ്പ് നോറ്റോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി എന്ന് പറഞ്ഞു, നോമ്പ് നോക്കാൻ പാടില്ല, അത് ശരീഅത്തോട് യോജിക്കില്ല. മുഹമ്മദിന്റെ സ്വപ്നം കണ്ടിട്ട് ആരംഭ റസൂലുള്ളാഹി പറഞ്ഞു മാസം കുറിച്ചിട്ടുണ്ട് എന്ന് സ്വപ്നത്തിൽ സ്വീകരിച്ചുകൂടാ. പറഞ്ഞു ഫിന്നൗമി, ആ ഉറക്കത്ത് കണ്ട കാഴ്ച കൊണ്ടിട്ട് നോമ്പ് നോക്കാൻ പാടില്ല. എന്തേ കാരണം? സുന്നത്തിനെതിരാണത്. മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് സൂമൂലി റുയത്തിഹി വഅഫ്തിറൂലി റുയത്തിഹി, നോമ്പ് നോക്കിയിട്ട് മാസം കണ്ടാലാണ്. മാസം കണ്ട് നോമ്പ് നോക്കണമെന്നാണ് ഇസ്ലാം നിർദ്ദേശം. ഒരുപക്ഷെ നീ കാണണം, അല്ലെങ്കിൽ കണ്ട ആളിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കണം, അല്ലെങ്കിൽ കാതി ഉറപ്പിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ രീതി. ഈ രീതിക്ക് അപ്പുറത്തുള്ള രീതിയാണ് ഈ സ്വപ്നം. സ്വീകരിക്കാൻ പാടില്ല. കാതിയാതെ പറഞ്ഞു ആ നോമ്പ് നോക്കൽ ഹറാമാണ്, മനസ്സിലുണ്ടാക്കണം. ഇത് ഇബ്നു ഹജർ തങ്ങൾ മാത്രമല്ല, മുഴുവൻ ഫുഖഹാവും